ഫൈനാൻഷ്യൽ പ്ലാനിംഗ് എങ്ങനെയാണ് സാർ സമീപിക്കുന്നത്? ഫൈനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് വരുന്ന പൈസ കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും ഏറ്റവും ഇഫക്റ്റീവായിട്ട് അതിനെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, വളർത്തണം, ആ പണം നമുക്ക് ഏറ്റവും ആവശ്യമായ രീതിയിൽ എങ്ങനെ വിനിയോഗിക്കണം. ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ട് ബാങ്ക്, അത് അതിന്റെ ആപ്പ് എപ്പോഴും നമ്മുടെ മൊബൈലിൽ ഉണ്ടാവും. ഇന്ത്യയിൽ മൊത്തം 7500 കമ്പനികളാണ് ഏറെക്കുറെ കാണുന്നത്. അതിനകത്ത് ഒരു 10-200 കമ്പനിയിലാണ് ഏറ്റവും ഭയങ്കര ഗ്രോത്ത് ഒക്കെ ഉള്ള ഷെയർ. അത് നമ്മുടെ ലിസ്റ്റിൽ കാണും. ഇല്ല ഇവർ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തന്നുകൊണ്ട് വില പെട്ടെന്ന് ഇടിയുവാണെങ്കിൽ നമുക്കറിയാം ഫണ്ടമെന്റൽ ഉള്ള കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ 1000 രൂപ 2000 രൂപ ഉള്ള പൈസ എടുത്തെങ്കിൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ കൂടിപ്പോകും. വീണ്ടും ഇത് ഇടിയുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ഇട്ടുകൊണ്ട് നല്ല ഫണ്ടമെന്റൽ ഉള്ള കമ്പനി നോക്കി വെച്ചു. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ലോ ഓഫ് അട്രാക്ഷനോടെ വർക്ക് ചെയ്യുന്നുണ്ട്. പൈസ അവിടെ കൂടി വർദ്ധിച്ചു. പിന്നെ അതൊരു എമൗണ്ട് ആയി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഗ്രോത്ത് ഉള്ള പ്രോപ്പർട്ടി. ഞാനൊരു 40 ബിസിനസ്സുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബിസിനസ്സുകൾക്ക് മാത്രം. അത് ഭയങ്കര ഗ്രോത്ത് ഉള്ളത് 40% to 100% ആനുവൽ ഗ്രോത്ത് ഒക്കെ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളതിനകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഞാൻ കൂടുതലും ഡേ ടു ഡേ ബേസിൽ നമ്മൾ നല്ല സ്റ്റോക്ക് ആൻഡ് ഷെയർസ് ഇൻവെസ്റ്റ് ചെയ്യാനാണ് തുടക്കത്തിൽ.